ഉണക്കമീൻ മലയാളിക്കൊരു ഹരം തന്നെയാണല്ലേ. അപ്പോൾ കുറച്ച് ചെമ്മീൻ പൊടി ആയാലോ. അപ്പോൾ നമുക്ക് അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ നന്നായിട്ട് ചെമ്മീൻ കുറച്ച് എണ്ണയും ചേർത്ത് നന്നായിട്ട് കരിയില പോലെ ഒന്ന് വറുത്തെടുക്കാം. കർക്കിടക ഒരു രക്ഷയില്ല, നമ്മുടെ പാറപ്പൂച്ചയ്ക്ക് പച്ചമീനും കിട്ടിയില്ല. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ടൊന്ന് വറുക്കാം. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കേണ്ടിയുണ്ട്. ക്ഷമയോടുകൂടി വറുക്കണം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ കരിയില പോലെ കിരുങ്ങണം. നമുക്ക് വറുക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മണത്തിനും ഗുണത്തിനും ഒക്കെ സഹായിക്കും. നന്നായിട്ട് വറുത്ത് ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ എടുക്കാം. ഇത്രയേ ഉള്ളൂ ഏറ്റവും വലിയ ജോലി. അതിനുശേഷം നമ്മൾ ഓൾറെഡി തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും നല്ല എരിവുള്ള 2 പച്ചമുളകും സാമ്പാർ പൊടിയും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഉപ്പ് ചേർക്കണ്ട, ഓൾറെഡി നമ്മുടെ ചെമ്മീനിൽ ഉപ്പുണ്ട്. തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ബാലൻസ് ആയില്ലെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി, കണ്ടില്ലേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ആക്കി കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചാൽ മതി, മിക്സിയിലൊന്നും ആക്കണ്ട. ഈ റെസിപ്പി ഞാൻ കഴിക്കുന്നതിന് മുമ്പും പിമ്പും കഴിച്ചിട്ടില്ല കേട്ടോ. അതിനുശേഷം പിന്നെ എന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ കണ്ണന് ഇപ്പോൾ 9 വയസ്സായി. അവൻ ഏകദേശം ഞാനൊരു 8 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യം ഞാൻ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിൽ ഞങ്ങളുടെ ചേച്ചി ഒരു കണ്ണൂരിലുള്ളൊരു കേട്ടോ ഈ റെസിപ്പി എനിക്ക് തരുന്നത്. അന്നത്തെ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസവും ഭയങ്കര ഒരു ടേസ്റ്റും തോന്നി. എന്നിപ്പോൾ ഇത് കഴിച്ചപ്പോഴും അതേ ഒരു നൊസ്റ്റാൾജിയ. നമ്മുടെ ജീവിതത്തിൽ എത്ര വരെ പരിചയപ്പെടുന്നു. ഓരോരോ ഫ്ലേവറിനും ഓരോരോ നൊസ്റ്റാൾജിയും ഓർമ്മകളും കഥകളും ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്തു. എരിയും പുളിയുമാണല്ലോ ചമ്മന്തിക്കുന്ന ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെടും.